ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം വളരെ എളുപ്പമായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഇത് ചെയ്തെടുക്കാനായിട്ട് ബേക്കിംഗ് ടൂൾസ് യൂസ് ചെയ്തിട്ടില്ല, ബേക്കിംഗ് പൗഡർ ഇല്ല, എഗ്ഗ് ഇല്ല, ബീറ്റർ ഇല്ല, ഓവൻ ഇല്ല. അതുപോലെ തന്നെ നമ്മളിത് മിക്സി യൂസ് ചെയ്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് എമ്മി മലബാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ് അളവിൽ ഗോതമ്പ് മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് 185 ml ഗ്ലാസ്സാണ്. ഏകദേശം നമ്മൾ വീട്ടിലൊക്കെ ചായ കുടിക്കുന്ന ഗ്ലാസ്സാണിത്. ഏകദേശം ഈ ഒരു വലിപ്പം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നിങ്ങൾ എടുത്താൽ മതി. അത് നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഡാർക്ക് കോക്കോ പൗഡർ ആണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള കോക്കോ പൗഡർ എടുത്താലും മതി. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. നമ്മൾ എത്രത്തോളം അരിച്ചെടുക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും കേക്ക്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ബേക്കിംഗ് സോഡ മാത്രമേ ചേർക്കുന്നുള്ളൂ, ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡറൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ടൈമിൽ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് വേണം അരിച്ചെടുക്കാനായിട്ട്. അപ്പം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു തവണ അരിച്ചെടുക്കുന്നുള്ളൂ. അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ബട്ടർ മിൽക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആ ഒരു ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് അളവിൽ ചെറിയ ചൂടുള്ള പാലെടുക്കുക. അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം 1 ടീസ്പൂൺ അളവിൽ വേണം കേട്ടോ ചെറുനാരങ്ങയുടെ നീര്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഈ പാല് ഒന്ന് കേർഡിലാവുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ചെറിയ ചൂടുള്ള പാലെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഒട്ടും നനവില്ലാത്തൊരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച പാല് ഇവിടെ കേർഡിലായി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല കട്ടയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിലേക്ക് ആ ഗ്ലാസ്സിൽ തന്നെ ഞാൻ അളന്ന് വെച്ച പഞ്ചസാരയാണ് 1/4 കപ്പ് അളവിലുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ നമ്മളെടുത്ത ആ ഗ്ലാസിൻ്റെ അളവ് മുഴുവനായിട്ട് എടുത്തിട്ട് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊരു മിനിറ്റ് ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ചേർക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് എടുത്താലും മതി. ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും എടുക്കരുത്. അപ്പം നമ്മൾ നേരത്തെ അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് അളവിൽ നമുക്ക് ഓയിൽ കൂടി എടുക്കാം. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ എല്ലാം അളന്നെടുക്കാനായി ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം പഞ്ചസാരയും മൈദയും എല്ലാം അങ്ങ് അളന്ന് മാറ്റി വെക്കുക. അതിനുശേഷം പിന്നീട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയ പാലും അതുപോലെ തന്നെ ഓയിലൊക്കെ അളന്നെടുക്കാം. അപ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ട് വരില്ല. മറ്റേത് നമ്മൾ ഗ്ലാസ്സൊക്കെ കഴുകി എടുക്കണം, അത് ഡ്രൈ ചെയ്യണം, അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ നിങ്ങൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ചെറുനാരങ്ങ ചേർക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കണം. അപ്പോൾ ചെറുനാരങ്ങ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ പ്രവർത്തിക്കണമെങ്കിൽ ചെറുതായിട്ടൊരു പുളിപ്പരസം ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നത്. വിനീഗർ ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 15 സെക്കൻഡ് ബീറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും സ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് ഇളക്കി നോക്കുക. സൈഡിലോ അല്ലെങ്കിൽ അടിവശത്തോ എന്തെങ്കിലും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടോ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് നമുക്ക് നല്ല സ്മൂത്ത് ബാറ്റർ ആക്കിയിട്ട് അടിച്ചെടുത്തിട്ട് വരാം.
അപ്പോൾ ഇതാ ഞാൻ ഈ ചായപാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അടിയിൽ ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. കൂടുതൽ നേരം നിങ്ങൾ ബാറ്റർ മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്. ഓവർ മിക്സിങ് അത്ര നല്ലതല്ല. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി എല്ലാം കൂടിയിട്ട്. അപ്പോൾ നമ്മൾ ചായപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഒരു പാനിൻ്റെ മുകളിലേക്ക് വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ ഇതുപോലുള്ളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം 45 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാനെടുത്ത ടൈം. അപ്പോൾ ഈ ചായപാത്രത്തിൻ്റെ അടപ്പ് അത്ര സേഫ് അല്ല, ഇത്തിരി എയർ പോകുന്ന പോലെ തോന്നിയത് കൊണ്ട് ഞാൻ വേറൊരു സ്റ്റീൽ പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 45 മിനിറ്റ് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ അതായത് 45 മിനിറ്റാണ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനെടുത്ത ടൈം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഞാൻ സൈഡൊക്കെ ഒന്ന് അകറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ കേക്ക് ചായപാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് ചെയ്തെടുക്കാനായിട്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് അടിവശം ഒട്ടും തന്നെ കരിയാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നമുക്ക് ന്യൂട്ടല വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതായാലും മതി. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ടൈമിൽ വെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കേക്ക് ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക്